വാട്സ്ആപ്പ് ഗെയിംസ് വെൽക്കം ബാക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, വീണ്ടും റോബ്ലോക്സ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നുണ്ടല്ലോ നമ്മള് സർക്കസിലൊക്കെ കാണില്ലേ ഒരു ക്ലൗണ്. ആ ക്ലൗണ് മോസ്റ്റർ ആയിട്ട് പറഞ്ഞ ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണത്. അപ്പൊ ഇത് കുറച്ച് വൈബായിട്ടുള്ള ഒരു ഹൊറർ ഗെയിമാണ്. റോബ്ലോക്സ് ആണ്. എങ്ങനെയുണ്ടാവുന്നൊന്നും എനിക്ക് അറിയില്ല. ഇത് എങ്ങോട്ട് പോണേ, ഇത് വായിലോട്ട് പോകണമെന്ന് എനിക്ക് ഒട്ടും പിടിയിട്ടുള്ള കളിക്കാൻ നെറ്റ് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വീഡിയോ ഇടേണ്ടി വന്നത്. അപ്പൊ എന്തായാലും വീഡിയോ കൊണ്ടുപോകുന്നതിന് എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ്സ് ഗോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ലോഡിങ് സ്ക്രീൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഗെയിം ആണ് സ്റ്റാർട്ടായി. ഓക്കെ, നമുക്ക് ഇനി തുടക്കം തന്നെ ഇങ്ങോട്ടായി പോകണ്ടേ. സ്ഥലത്തിന്റെ പേര് എനിക്കറിയില്ല. എന്നാലും മിവിന് എന്താ പറയാന്നൊക്കെ ശ്രദ്ധിക്കണ്ടേ. നമുക്ക് കുറച്ചൊക്കെ അറിയാം, ചെറുതായിട്ട്. എടാ, ഈ വണ്ടി കയറുമ്പോ ഈ വണ്ടി നീങ്ങില്ലല്ലോ. അവിടെയാണ് ഒരു ലൈറ്റ് കാണിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് സ്ലോലി നടന്നു പോയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് ഗൈസ്, നമ്മള് നടന്നു പോയാ മതി. ഓക്കെ, ജംപ്. അവിടെ വെച്ച് എനിക്ക് ആവശ്യം കൂടിപ്പോയി, അതുകൊണ്ടാ പ്രശ്നം. മറ്റേ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, റീസ്പോണായി. ഞാൻ വിചാരിച്ചത് റീസ്പോൺ ആവില്ലാന്ന്, കുറച്ച് സമയം എടുക്കും എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എന്തായാലും എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. മില്യൺ ലൈക്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ്. എല്ലാവരും ലൈക്ക് അടിക്കുക. എന്തോ മോത് പൊട്ടിയത്. കുറച്ചൊരു പ്രത്യേകത സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ചിലപ്പോ താഴെ ഒരു കല്ലും മുറിച്ചൊരു ജീവി ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. നമ്മള് ബലൂൺ കേക്കടെ കാര്യം എന്തോ എഴുതി കാണിക്കണ്ട, എനിക്കത് വായിക്കാൻ സമയമില്ല. ഗായ്സ്, ഞാൻ ജമ്പ് ചെയ്തില്ല, അതായിരുന്നു പ്രശ്നം പറ്റിപ്പോയേ. ഒന്നും കൂടി ട്രൈ ചെയ്യാ. ഗായ്സ്, കുറച്ച് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ത്രില്ല് വേണ്ടി, അതുകൊണ്ട് ഞാൻ ഈ കരച്ചിലൊന്നും എടുത്തില്ല. കരച്ചിൽ വരുത്തിയ കണ്ടു എഴുതിയത് ഞാനേ ഈ ഗെയിം കളിക്കുന്നതുകൊണ്ട് എഴുതിയത്. പറയാൻ ശ്രദ്ധിക്കണ്ടേ, നേരെ കൊടുക്കുക. കൂടെ പോയി എന്നിട്ട് നമ്മൾ ചത്തില്ല. പെണ്ണു കൂടെ എടാ, ഈ പെണ്ണുമണി ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടായിരിക്കുന്നു കളിക്കാൻ. നമുക്ക് അതിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ല, പാവം. ഗൈസ്, എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ വെട്ടിട്ടേ പറ്റൂ. എടാ, അഞ്ചാമത്തെ ലെവലിലൊക്കെ എത്തി. ഓക്കെ, ഞാൻ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിടണം. എന്നാലും നമ്മുടെ കുറച്ച് വേണ്ട, നിനക്ക് നേരെ കളിച്ചാൽ പോലെ. മറ്റേ ക്ലൗഡ് വരുന്ന ഏരിയയിലോട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് നല്ല ക്ലോസ് ചെയ്യാൻ നല്ല പാടാണത്. ആ പെണ്ണുങ്ങൾ നിന്ന് പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ സ്പീഡിൽ പോകണമെന്ന് ഞാൻ അപ്പോഴേക്ക് വീഡിയോ അമ്മ ഇപ്പൊ വേണ്ട, ഞാൻ കളിക്കട്ടെ. എന്റെ ശ്രദ്ധ പോകണ്ട. അങ്ങോട്ട് പോകണ്ട വന്ന് ഞാൻ തിരിച്ചു പോയി. അവിടെ എന്തില് ആ പെണ്ണുമുള്ള കാണുന്നതാണ്. ഒരു മാറിക്കടി ഒരു ക്ലൗന് എസ്കേപ്പ് ആവാനായിട്ട് നമ്മളെ കാട്ടില്ലമ്മ. എസ്കേപ്പ് ആവണ്ടെന്ന് വിചാരിച്ച പോലെ കഴിഞ്ഞു. ഓക്കെ, എനിക്ക് കേൾപ്പോയ പിന്നെ അവിടെ തീ കാണാൻ പറ്റും. ഞാൻ വിചാരിച്ചു അവിടെ പോകേണ്ട പോലെ ഞാൻ അങ്ങോട്ട് കേൾക്കാം. ഇനി ഞാൻ ഡെഡാവും ചെയ്യും. അത്രേ ഉള്ളൂ, സിമ്പിൾ. പറയാനുള്ള സിമ്പിളേ ഉള്ളൂ. എനിക്ക് കിട്ടിയത് തന്നെ സിമ്പിൾ.
അതിനെ ചാമ്പ്യൻസ് കാണാം. Yes! നല്ല വൈബ് ഉണ്ടാക്കുന്ന ഗെയിമാണ്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് വൈബ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും പിടി കിട്ടുന്നില്ല. ഞാൻ വെറുതെ നിൽക്കിട്ടാ പോണേ. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ താഴെ വീണ എനിക്ക് പരിക്കൂടും ചെയ്യാൻ കിട്ടും. അപ്പൊ കുറച്ചത് മെല്ലമാ ക്ലൗണിന്റെ എസ്കേപ്പ് ആവാതിരിക്കാൻ ഇത് സ്പീഡിൽ പോകും വന്നിട്ടാണ് ക്ലൗണ് ഇങ്ങനെ വെക്കുന്നത്. പക്ഷെ ക്ലൗണ് ഉദ്ദേശിച്ച പോലെ നമ്മൾ ചെയ്ത കേസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ക്ലൗണ് ഉദ്ദേശിച്ചത് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, ഓ താഴെ ബട്ടൺ കയറ്റി വെച്ചിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടെ അടിക്കുന്ന സാധനം ആവട്ടെ. തലവെട്ടിക്കളയത് സ്വയം ചത്തു. അവിടെ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു താഴെ ചാടിച്ചാടി പോലെ ആ ഇത് കവി വെച്ച് കളിക്കുന്ന ഒട്ടും മനസ്സിലാവുമ്പോ കുറച്ച് സമയത്ത് ഇവിടെ വരെ എത്തി. അപ്പോഴേക്ക് ലീവ് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ വരെ എത്തിച്ച് ലീവ് കൊടുക്കാൻ വന്ന കഷ്ടം എല്ലാവർക്കും ഗെയിം ഉണ്ടാക്കി ഫേമസ് അടിച്ച് ഉണ്ടാക്കിയ ഗെയിമാണ് ഇവിടെ. പിന്നെ നമ്മുടെ ക്ലൗൺ വരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഗെയിം അത്യാവശ്യമായിട്ട് എനിക്ക് ഒട്ടും അറിയില്ല. ജെ മൈക്ക് നല്ല ഫേമസ് ആണ്. പക്ഷെ കമന്റ് ലൈക്സ് ഒന്നും ഇല്ല ഇനി. അപ്പൊ എന്തായാലും ക്ലൗണ് വരുമ്പോ അവിടെ സ്റ്റെപ്പ് ഉണ്ട്, അത് കൂടെ ആയിരിക്കും കയറുന്നത്. എനിക്ക് അറിയില്ല. ഓ ചിലപ്പോ അത് കൂടെ ചാടി കയറണായിരിക്കും. അതുകൂടെ നമുക്ക് ചാടി കയറി നിൽക്കാം. ഇനി കുറച്ച് ബി കെയർഫുൾ ആയിട്ട് കളിക്കണം. ഇത് ക്ലൗണ്ട് ഒരു ഗെയിമാണ്. കുട്ടികളെ പിടുത്തക്കാരനാണ്. നമ്മളൊരു കുട്ടിയാണ്. നമ്മൾ കുട്ടിയല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യുന്നില്ലോ. നമ്മൾ കുട്ടിയെ തോന്നുന്നു. കുട്ടിക്കാലത്ത് ഗെയിം രക്ഷപ്പെടാൻ ആര് പറഞ്ഞു? ഇപ്പൊ താഴെ നമ്മൾ ഡെഡ് ഇവിടെ എത്തിപ്പെടും കേട്ടോ. ആ അത്രയ്ക്ക് സീന് ഉണ്ടാക്കിയ ഒരു വൈബ് ഗെയിം അല്ല നമ്മുടെ. ഇവിടെ കുറച്ച് സൂക്ഷിക്കണം. എന്തൂട്ടോ ഹൈറ്റാണ്, എന്തൂട്ടോ ഹൈറ്റാണ്. എന്റെ അമ്മയ്ക്ക് നല്ല പേടി. ഇപ്പൊ വീട് തലയും കുത്തി. കുറച്ച് വൈബ് ഗെയിം ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ പാർക്കിൽ വന്ന് കളിക്കാനൊക്കെ എനിക്ക് തോന്നലേ. ചാടുമ്പോ ഇത് പൊന്തും. ഇവിടെ ലാഡർ വെച്ചിട്ടുണ്ട്. തലയും കുറിച്ച് താഴെ വേണേ. ഇത് പേടിക്കാൻ മാത്രം ഇവൻ പറയും. നമുക്ക് സ്വയം മനസ്സിൽ വായിച്ചു നോക്കാം. ഓക്കെ, എടാ വീണ്ടും വായിക്കാനല്ലേ സമയല്ലേ? നമ്മള് സ്പേസിലേക്ക് അടക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. സ്പേസിലേക്ക് ജമ്പല്ലേ? ഞാൻ ഡി ആയിരുന്നു. എന്തൊക്കെയാണ് പ്രത്യേകത സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആരായിരിക്കും തോന്നുന്നു. ഒന്നും ചെയ്യല്ലേ. ഒന്നുകൂട്ട് ട്രൈ ചെയ്യാം. നമ്മളൊക്കെ പ്രോ ആയിരുന്നു. എന്തായാലും അത് വന്നിട്ട് പോട്ടെ. Yes.
അവിടെ താവണമെങ്കിൽ അതൊരു ബോളാണ് ഗൈസ്, അതൊരു ബോളാണ്. എന്റെ കാലൊക്കെ ഞാൻ അവിടെ വരുമ്പോ ഇളകണയായിരുന്നു. അപ്പൊ വീഡിയോ കണ്ടാണെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. 5000 മില്യൺ ലൈക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ടാർഗറ്റ് ചെയ്യുന്നത്. തട്ടിയിട്ടില്ലേ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയോ നമ്മളെന്താ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ വായിച്ച വായന തുറന്നു പറയണ്ടേ, ഇതിന് വായന തുറന്നു പറയാതെ എഴുത്ത് കാണിച്ചത് എന്നൊക്കെ മനസ്സിലാവുമ്പോ വന്നിട്ടാണ് ഈ ഗെയിം എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പഠിപ്പിന്റെ ഹൊറർ ഗെയിം ആണെന്ന് എനിക്ക് വിട്ടും അറിയില്ല. ഇവരെന്തോ കാണിച്ചെന്തല്ലോ. ഓ, നമ്മുടെ മറ്റേ എസ്കേപ്പ് പ്രിസൺ ഇല്ലേ, ആ മോഡലിൽ ഇപ്പൊ ഒരു തീയൊക്കെ അവിടെ കത്തിയിട്ടില്ലേ ഗേസ്, ആ മോഡൽ വൈബിളുള്ള ഒരു ഗെയിമാണ് എനിക്ക് തോന്നുന്നത്. ഓ, ഇവിടെ ജമ്പിയടാ, ജമ്പിയടാ, ഒന്ന് ചാവന്തടാ, ജമ്പിയടാ, 5-3-5. എടാ ലാവ, എടാ ലാവ, വീട്ടോ അത് കുഞ്ഞുങ്ങളുണ്ടോ? ഇതെന്തത്? ഞാൻ വിചാരിച്ചത് വോൾക്കനോ. അത്രയ്ക്ക് ആവശ്യക്കാരനെന്ന് ഞാൻ ഒരു പ്രോ മോഡ് ആക്കിച്ചത്. ഇവിടെ നമ്മളെ ഇവിടെ നാട്ടിൽ എടാ 2 ഭാഗത്തുണ്ടത്. നീ പെട്ടെന്ന് പോയി കാണിച്ചത്. ഒരു വൈബ് ഗെയിം അല്ലേ, പെട്ടെന്ന് പോയി കാണിച്ചു. ആഞ്ഞു വേറെ നമ്മുടെ ആഞ്ഞു കുറച്ച് ധൃതി കൂട്ടരുത്, ധൃതി കൂട്ടരുത്. എവിടെ മേലെ എത്തും എനിക്ക് അറിയത്തില്ല. കുഴപ്പമില്ല ഗൈസ്, ഇത് എല്ലാവരും കിടക്കാച്ച. എടാ ഇവിടെ ഉണ്ടത് എന്തായാലും നമ്മൾ തോറ്റിട്ടില്ല ഭാഗ്യത്തിന്. ഞാൻ വിചാരിച്ച അപ്പുറത്തായിരുന്നു ഉണ്ടാവാന്ന്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോർട്ടാവുന്നു. ഇതൊക്കെ ഞാൻ വിചാരിച്ചില്ല. പിന്നെ വീണ്ടും എഴുതിക്കാണെങ്കിൽ നോക്കാൻ പറഞ്ഞില്ല. പോടാ എഴുത്ത് സൈഡിൽ വെച്ചെന്ന് എഴുതി കാണില്ല. അങ്ങോട്ട് ഒട്ടും അറിയില്ല ഒരു ഞാൻ മണ്ടൻ തന്നെ. ക്ലൗൺ ഗെയിം ഇട്ടാ അതുപോലത്തെ പുതിയൊരു ക്ലൗൺ ഗെയിമിന് നമുക്ക് ഇടാം. ഇനി ഞാൻ പ്രോ മോഡലിന് എനിക്ക് മോശമായിട്ടാണെങ്കിൽ പിന്നെ എനിക്കിപ്പോ ആഹ്ലാദം ചെയ്ത് നിങ്ങളെ മോട്ടിവേഷൻ എത്ര കഷ്ടപ്പെട്ടറിയോ. അയ്യ, എനിക്ക് മൂക്ക് തൊള്ളുണ്ട്. അതിങ്ങനെ ഞാൻ സ്വന്തമായിട്ട് പോവാ. ഓക്കെ, ഇവനെന്താ കാണിക്കണേ? Here we go again. Okay, so this slowly out. Okay, ഇപ്പൊ എനിക്ക് പറ്റി ഇവിടെ അറ്റത്തെത്തിച്ചു. എടാ മറ്റേ ഞാന് മറ്റേ കംപ്ലീറ്റ് ചെയ്തിട്ട് സ്പീഡിൽ ഓടിച്ച ഒരു സൈഡില് ഒരു വട്ടത്തിലുള്ള സാധനം ജമ്പ് ചെയ്യണേ. എടാ നമ്മളിപ്പോ അവിടുന്ന് കടന്നു. എടാ ആ സൈഡ് ഞാൻ വന്ന സ്ഥലം കണ്ടെങ്കിൽ പോടാ ഒന്ന് തിരിഞ്ഞ് ഇനി ഇവിടെ ഞാൻ വിചാരിച്ചു വേറെ ഏതൊരു ഹിന്ദിയിലോട്ടാ പോകണ്ട. ഇവിടെ തന്നെ പോകണ്ടേ. ഞാൻ എങ്ങോട്ട് പോകണം എനിക്ക് ഒന്നും പിടികിട്ടുള്ള. എന്തായാലും സുഹൃത്തുക്കളെ കൗണ്ട് ഔട്ട് ചെയ്തോ.
ഇങ്ങോട്ടേ പോണ്ടേ? ഇവിടെ ഒന്നും എത്തിയല്ല. ഇങ്ങോട്ടല്ലേ പോണ്ടേ? ഓ ഇനിയുണ്ട്. എന്റെ പൊന്നെ. കംപ്ലീറ്റ് ആക്കിന്ന് തോന്നുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് കയറാം. ഇനി എനിക്ക് എന്താ സംഭവിക്കാം? എടേ നല്ല ടെൻഷൻ അടിച്ചിരിക്കണ്ടല്ലേ? ടെൻഷൻ അടിച്ചിരിക്കാണോ അതോ മുള്ളു തന്നെയായിട്ട്? പിന്നെ ഓ ഇതിന്റെ വായാണ് താഴെ കാണിച്ചേ. ഓ ഗൈസ് ഇതായിരുന്നു താഴെ നിന്ന് ഇത് കാണിക്കണ്ടിരുന്ന. ഞാൻ ഇങ്ങോട്ട് കയറാണ്. ഇവിടെ കണ്ട് കുറച്ച് നേരെ ബോസ് യെസ് ഇതിങ്ങനെ ബോസ് ഞാൻ വിചാരിച്ചു നമ്മുടെ ഗ്രാനി 5 നമ്മളൊരു പോർട്ട് ഗ്രാനി 1 ഗ്രാനി 2 ഗ്രാനി 3 ഗ്രാനി 3 വരെ നമ്മള് പോയില്ലേ? ബാക്കിലോട്ട് പോവും സാധനം കുറച്ച് സ്ലോലി. അത് ബാക്കിലോട്ട് പോകും സാധനം. നമ്മൾ കുറച്ച് നമുക്ക് മുക്കി പോണ്ട ഒരു ഇത് ബാക്കിലോട്ടാണ് പോണത്. ഇവിടെ കൊറേ ലെവൽസ് കടന്നത്. ചെലപ്പോ കള്ളം പറയുന്നേ. അപ്പൊ ഇവിടെ സിബൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ കാണുന്നു. ഇവിടെ നിന്നല്ലേ ആ ക്ലൗൺ നമ്മളെ പിടിക്കാൻ വേണ്ടി നമ്മൾ രക്ഷപ്പെട്ടത്. കണ്ടോ? അപ്പൊ പിടിക്കാൻ വന്നില്ല. ക്ലൗൺ പിടിക്കാൻ വന്നില്ല. നമ്മൾ തലമുറ താരം നമ്മുടെ വീട് തീരുന്നു. പിടിച്ചിരുന്നോ? എല്ലാവരും മുറുക്കെ പിടിച്ചിരുന്നോ? ഏട്ടായി നല്ല സ്പീഡിലാ ഓടിക്കണത്. എന്റെ പൊന്ന് സുഹൃത്ത് എന്റെ Ouch! That was a bumpy ride. At last, we escaped the cargo. It seems that Kate has got us replacing the Yes. Oh guys, ഞാനിപ്പോ ഇവിടെ ഒരു നമ്മളിപ്പോ രാത്രി സമയത്താണ് നമ്മളിപ്പോ എസ്കേപ്പ് അയക്കണം. ഇതൊരു വൈബ് ഗെയിമായി കൊണ്ട് എനിക്ക് അത്രയ്ക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ പിങ്ക് കളർക്ക് ഞാൻ എന്തൂട്ടം പാടുവിട്ടു. എന്റെ അമ്മയ്ക്ക് അല്ല എന്നെ കൊണ്ട് ഇടയ്ക്ക് അമ്മക്ക് ദേഷ്യം വന്ന് എഡിറ്റ് ചെയ്യിപ്പിക്കും. ഫുള്ള് അമ്മ എന്നെ എഡിറ്റ് ചെയ്യണം. ഞാൻ കുട്ടിയെ കൊണ്ട് അമ്മ എന്നെ എഡിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കിടക്കാം. എല്ലാവരും കൗണ്ട് ഡൗൺ ചെയ്തോ. 1 2 3
ഗൈസ് പുതിയൊരു ഈവിൾ ഗ്രാമ പറഞ്ഞിട്ടൊരു ഗെയിം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ് ഇത് കഷ്ടപ്പെട്ട് എടുത്താലും നമുക്ക് എന്തായാലും എഡിറ്റ് ചെയ്യാൻ അത്ര കഷ്ടമൊന്നും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വെക്കേഷൻ വന്നപ്പോ എന്റെ അച്ഛനില്ല, കുറച്ച് വീഡിയോക്ക് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് കളിച്ച് പഠിച്ച് എടുക്കാലോ, കുറച്ച് എൻജോയ് ഒക്കെ ചെയ്യാലോ. വെക്കേഷൻ വന്ന് ഗൈസ് എല്ലാവരും അടിച്ചു പൊളിക്ക്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് വീഡിയോ കാണാം. പീസ് ഔട്ട്.